ഇപ്പോഴെത്തുന്ന വാർത്ത സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഓഫീസുകളിൽ വിജിലൻസ് പരിശോധന നടത്തി. എയ്ഡഡ് സ്കൂളുകളിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ കണ്ടുപിടിക്കുന്നതിനായിരുന്നു പരിശോധന. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, വിജിലൻസ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഓഫീസുകളിലാണ് പരിശോധന നടത്തിയത്. എന്തെങ്കിലും രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടോ? വളരെ ഗൗരവതരമായ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വിജിലൻസ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഓഫീസിലും ഒപ്പം 41 വിദ്യാഭ്യാസ ജില്ലകളിലും വ്യാപകമായ പരിശോധന നടത്തിയത്. വിജിലൻസ് നടത്തിയ ഈ പരിശോധനയ്ക്ക് ഓപ്പറേഷൻ ജ്യോതി എന്ന പേരാണ് നൽകിയിരുന്നത്. അതായത് 41 DU ഓഫീസുകളിലും ഒരേ സമയം തന്നെ പരിശോധന നടന്നു. സാധാരണഗതിയിൽ എയ്ഡഡ് സ്കൂളുകളുടെ തസ്തികകൾ അനുവദിക്കുന്നതിനും അനുവദിച്ച തസ്തികകൾ ക്രമവൽക്കരിക്കുന്നതിനും മാനേജ്മെന്റുകൾക്ക് കിട്ടുന്ന ലോണുകൾ വേഗത്തിലാക്കുന്നതിനും അനധ്യാപകരുടെ തസ്തിക വീണ്ടും പുതുതായി സ്ഥാപിച്ചെടുക്കുന്നതിനുമെല്ലാം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വലിയ തോതിൽ ക്രമക്കേട് നടത്തുന്നു, അഴിമതി നടത്തുന്നുവെന്ന് വ്യാപകമായ ആരോപണമുണ്ടായിരുന്നു. 2018 മുതൽ ഇത്തരത്തിലുള്ള ഈ അഴിമതി നടന്നു വരികയാണെന്നും വിജിലൻസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു, ഒപ്പം പരാതി നൽകിയിരുന്നു. മാത്രവുമല്ല, അധ്യാപകർക്ക് കിട്ടാനുള്ള ഇൻക്രിമെന്റുകൾ, PF പെൻഷൻ, PF ഒപ്പം ഇങ്ങനെ അധ്യാപകർക്ക് ശമ്പളത്തോടൊപ്പം കിട്ടുന്ന ശമ്പള കുടിശ്ശികൾ, ഇൻക്രിമെന്റ് എന്നിവ വേഗത്തിൽ കിട്ടുന്നതിന് വേണ്ടി സ്കൂളുകളിലെ അറ്റൻഡർമാരുടെ സഹായത്തോടു കൂടി കൈക്കൂലി വാങ്ങിയിരുന്നതായും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപകമായി ഇന്ന് പരിശോധന നടത്തിയത്. എന്നാൽ പരിശോധനയുമായി എന്തെല്ലാം അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതുവരെയായും വിജിലൻസ് വിഭാഗം പുറത്തുവിട്ടിട്ടില്ല. ഇത് ഒരുപക്ഷെ വലിയ തരത്തിലുള്ള ഒരു പരിശോധനയായിരുന്നു. കാരണം രാവിലെ 11 മണിക്ക് തുടങ്ങിയ പരിശോധന ഏകദേശം 4 മണിക്കൂർ നേരം നീണ്ടു വന്നു. ഇത്തരത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങൾ, അതായത് പുതിയ തസ്തിക സൃഷ്ടിക്കുന്ന കാര്യത്തിലും പുതിയ അനധ്യാപിക തസ്തിക സൃഷ്ടിക്കുന്ന കാര്യത്തിലുമൊക്കെ വലിയ തോതിൽ അഴിമതി നടക്കുന്നു എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ അഴിമതി കണ്ടെത്തുന്നതിന് വേണ്ടി പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ പരാതി ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു ഇന്ന് പരിശോധന നടന്നത്. ശരി ബിനോയ്.